ഇന്നതാ അല്പസമയം കഴിഞ്ഞ് ചേരാൻ പോകുന്ന ഉന്നതതല യോഗത്തിലെ അന്തിമ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് കണ്ണാടിക്കലിലെ അർജുന്റെ കുടുംബം. 7 മണിയോടെ കുടുംബം മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അർജുന്റെ മകന്റെ പ്രതികരണം എടുത്ത ഒരു യൂട്യൂബ് ചാനലുണ്ട്. എന്തായാലും ആ ചാനലിനെതിരെ ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ട്. മഴവിൽ കേരളം എക്സ്ക്ലൂസീവ് എന്ന യൂട്യൂബ് ചാനലിനെതിരെയാണ് കേസ് എടുത്തത്. സാരംഗ് സുരേഷ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗ്, അർജുന്റെ ബന്ധുക്കൾ 17-ാം തീയതി മുതൽ അങ്കോലയിലുണ്ട്. അവിടെ സഹോദരന്മാരൊക്കെ ഉണ്ട്. അവർ പോലും എങ്ങനെ മടങ്ങാനാണ് എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ ഒരു വിവരവുമില്ലാതെ നാട്ടിലേക്ക് പോകുമെന്ന് ചോദിക്കുകയാണ് സഹോദരന്മാരൊക്കെ. കുടുംബം എപ്പോൾ സംസാരിക്കും? ഈ ഒരു തീരുമാനം ഔദ്യോഗികമായി അറിയാൻ കാത്തിരിക്കുകയാണ് അവർ. ആര്യ, തീർച്ചയായും ഇത്തരത്തിൽ കുടുംബം ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം കിട്ടുന്നതിനുള്ള കാത്തിരിപ്പിലാണ്. ഇന്ന് ഉന്നതതല യോഗത്തിന് ശേഷം അവർ മാധ്യമങ്ങളെ കാണും. കുടുംബത്തിൻ്റെ തീരുമാനം അവർ അറിയിക്കും, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ നിലപാട് അവർ നമ്മളോട് പറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇത്രയും വലിയ ഒരു അപകടത്തിൽ നിന്ന് ഇത്രയും ദിവസത്തിന് കഴിഞ്ഞിട്ട് പോലും അർജുൻ മടങ്ങി വരുമെന്ന ചെറിയൊരു സാധ്യത ഈ കുടുംബത്തിന് മുന്നിലുണ്ടായിരുന്നു. പക്ഷേ ദിവസങ്ങൾ കൂടി വരുന്നതിനനുസരിച്ച് ആ പ്രതീക്ഷകളൊക്കെ തന്നെ അവസാനിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഇത്തരത്തിൽ തന്നെ അർജുന് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അർജുൻ എവിടെയെങ്കിലും ഒന്ന് മാറി നിന്ന് അല്ലെങ്കിൽ രക്ഷപ്പെട്ട് വരുന്നൊരവസ്ഥയുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു അനിശ്ചിതത്വം വരുന്ന ഒരവസ്ഥയുണ്ട് അർജുൻ്റെ വീട്ടിൽ. ബന്ധുക്കളൊക്കെ തന്നെ വലിയ സങ്കടത്തിലാണ്. സുഹൃത്തുക്കളൊക്കെ തന്നെ എപ്പോഴും പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒരു ശുഭവാർത്ത കിട്ടുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും കുടുംബം മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾക്ക് മുകളിൽ കരിനിഴൽ വീഴ്ത്തുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ താൽക്കാലികമായെങ്കിലും ഇത്തരത്തിൽ ദൗത്യസംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. ഇനി നേരത്തെ മഞ്ചേശ്വരം MLA ആയിട്ടുള്ള AK അഷ്റഫ് പറഞ്ഞതുപോലെ തന്നെ ഒരു പ്ലാൻ ബി CM to CM ചർച്ചയിൽ ചെറിയൊരു പ്രതീക്ഷ ഇപ്പോൾ കുടുംബം കാണുന്നുണ്ട്. എന്തായാലും ഉന്നതതല യോഗം അല്പസമയത്തിനകം തന്നെ ചേരും. ആ ഒരു തീരുമാനം വന്നതിന് ശേഷമായിരിക്കും അർജുന്റെ കുടുംബം നമ്മളോട് സംസാരിക്കുക.